നമസ്കാരം. ഇൻഫോർ ന്യൂസിന്റെ ഇന്നത്തെ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. അതിരപ്പള്ളിയിൽ ആദിവാസി യുവാവിന്റെ മരണം ആനയുടെ ചവിട്ടേറ്റെന്ന് ഇൻക്വസ്റ്റ് റിപ്പോർട്ട്. തൃശൂർ പൂരം വെടിക്കെട്ട് നടത്താം, നിയമോപദേശം ലഭിച്ചതായി മന്ത്രി. അയ്യന്തോൾ പോസ്റ്റ് ഓഫീസിൽ മോഷണം, 3 ലക്ഷത്തോളം രൂപ ഓഫീസിലുണ്ടായിരുന്നു. സ്വർണവിലയിൽ വീണ്ടും ഇടിവ്, പവന് 280 രൂപ കുറഞ്ഞു. ചാലക്കുടി പ്രസ് ക്ലബ് സ്മൃതി സംഗമവും പുരസ്കാര വിതരണവും സംഘടിപ്പിച്ചു. വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ വാർഡ് 14 മുത്തുമല മുപ്ലിയം റോഡിന്റെ നിർമ്മാണോദ്ഘാടനം കെ രാമചന്ദ്രൻ MLA നിർവഹിച്ചു. വിശദമായ വാർത്തയിലേക്ക്. അതിരപ്പള്ളിയിൽ ആദിവാസി യുവാവിന്റെ മരണം ആനയുടെ ചവിട്ടേറ്റെന്ന് ഇൻക്വസ്റ്റ് റിപ്പോർട്ട്. അതിരപ്പള്ളിയിൽ വനത്തിനുള്ളിൽ ആദിവാസി യുവാവ് സതീശന്റെ മരണം ആനയുടെ ചവിട്ടേറ്റെന്ന് ഇൻക്വസ്റ്റ് റിപ്പോർട്ട്. കൂടെയുണ്ടായിരുന്ന അംബികയുടെ മരണകാരണം സ്ഥിരീകരിക്കാൻ മൃതദേഹം തൃശൂർ ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റി. സതീശന്റെ മൃതദേഹം തൃശൂർ താലൂക്ക് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്തും. ഇരുവരുടെയും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൂടി പുറത്തുവരുന്നതോടെ കൂടുതൽ വ്യക്തത വരും. സതീശന്റെ ശരീരത്തിൽ ആക്രമണമേറ്റ പാടുകൾ ഉണ്ടായിരുന്നെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ളവർ പറഞ്ഞിരുന്നു. ആനയുടെ ആക്രമണത്തിലാണ് മരണമെന്ന് വ്യക്തമായാൽ മാത്രമേ ഇവരുടെ കുടുംബത്തിന് നഷ്ടപരിഹാരമടക്കം ലഭിക്കൂ. വാഴച്ചാൽ ശാസ്താംപൂവം ഉന്നതിയിലെ സതീഷ്, അംബിക എന്നിവരാണ് മരിച്ചത്. മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി കൊണ്ടുപോകുന്നതിനിടെ ആംബുലൻസ് തടഞ്ഞ് പ്രതിഷേധമുണ്ടായിരുന്നു. കോൺഗ്രസിന്റെയും BJPയുടെയും നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. പ്രതിഷേധത്തിനെതിരെ രംഗത്തെത്തിയ ബന്ധുക്കൾ മൃതദേഹം എത്രയും പെട്ടെന്ന് വിട്ടുകിട്ടണമെന്ന് ആവശ്യപ്പെട്ടു. തുടർന്ന് പോലീസ് ഇടപെട്ടാണ് പ്രതിഷേധക്കാരെ മാറ്റിയത്. ഇന്നലെ രാത്രിയാണ് ഇരുവരും മരിച്ചത്. അതിരപ്പള്ളി വഞ്ചിക്കടവിൽ വനവിഭവങ്ങൾ ശേഖരിക്കാൻ കുടിൽ കെട്ടി പാർക്കാനുള്ള ഒരുക്കത്തിലായിരുന്നു സതീശൻ, ഭാര്യ രമ, രവി, ഭാര്യ അംബിക എന്നിവർ. ഇതിനിടെ ഇവിടേക്ക് 4 കാട്ടാനകൾ എത്തുകയും ആക്രമിക്കുകയുമായിരുന്നു എന്നാണ് നിഗമനം. സംഭവത്തിൽ വനം മന്ത്രി AK ശശീന്ദ്രൻ അന്വേഷണത്തിന് നിർദ്ദേശം നൽകി. പ്രാഥമിക അന്വേഷണം ആരംഭിച്ചതായി അഡീഷണൽ പ്രിൻസിപ്പൽ ചീഫ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് അറിയിച്ചു. കഴിഞ്ഞ ദിവസം അതിരപ്പള്ളിയിൽ കാട്ടാന ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടിരുന്നു. ഇതിനു പിന്നാലെയാണ് വീണ്ടും 2 പേരുടെ ജീവൻ കൂടി നഷ്ടമായത്. ഒരു ഉത്തരവാദിത്തം വേണ്ടേ? ഇന്നിപ്പോ പറഞ്ഞത് ഒരാൾ 2 പേരും കൊന്നത് സംശയമെന്ന് പറഞ്ഞേ. സർക്കാരിന്റെ പൈസ ഉണ്ടാവില്ല, അതായിരിക്കും ചിലപ്പോ. അവിടെ വിന്യസിച്ചിട്ടുണ്ടെങ്കിൽ അത് മനസ്സിലാക്കി മുന്നറിയിപ്പ് കൊടുത്ത് അവരെ അങ്ങോട്ട് വിടാതിരിക്കാൻ നോക്കണം. അങ്ങനെ വിടാതിരിക്കുമ്പോൾ സ്വാഭാവികമായും അവരുടെ ഉപജീവന മാർഗത്തിന് വേണ്ടിയിട്ട് അവർക്ക് വസ്തുതകൾ എത്തിച്ചു കൊടുക്കേണ്ടത്. തൃശൂർ പൂരം വെടിക്കെട്ട് നടത്താം, നിയമോപദേശം ലഭിച്ചതായി മന്ത്രി. തൃശൂർ പൂരത്തോട് അനുബന്ധിച്ചുള്ള വെടിക്കെട്ട് നടത്തുന്നതിലെ അനിശ്ചിതത്വം നീങ്ങുന്നു. പൂരം വെടിക്കെട്ട് നടത്താമെന്ന് അഡ്വക്കേറ്റ് ജനറൽ നിയമോപദേശം നൽകി. തിരുവമ്പാടി പാറമേക്കാവ് വേല ആഘോഷങ്ങളുടെ ഭാഗമായുള്ള വെടിക്കെട്ടിന് ഹൈക്കോടതി അനുമതി നൽകിയിരുന്നു. ഈ അനുമതി പൂരം വെടിക്കെട്ടിന് ബാധകമാണെന്ന് അഡ്വക്കേറ്റ് ജനറലിന്റെ നിയമോപദേശം ലഭിച്ചതായി മന്ത്രി K രാജൻ അറിയിച്ചു. എന്നാൽ പുതിയ കേന്ദ്ര നിയമം വെടിക്കെട്ടിന് തടസ്സമാണെന്നും മന്ത്രി K രാജൻ പറഞ്ഞു. നിയമ ഭേദഗതി നടത്തേണ്ടത് കേന്ദ്രമാണ്. ചീഫ് കൺട്രോളർ എന്ന അധികാരം ഉപയോഗിച്ചാവും വെടിക്കെട്ടിന് കളക്ടർ അനുമതി നൽകുക. കേന്ദ്ര ഏജൻസിയായ പെസോയുടെ മാർഗനിർദ്ദേശങ്ങൾ പാലിച്ചാകും ഇതെന്നും മന്ത്രി വ്യക്തമാക്കി. തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾ തേക്കിൻകാട് മൈതാനത്തെ വെടിപ്പുര ഒഴിച്ചിടും. മെയ് 6-നാണ് ഇത്തവണ തൃശൂർ പൂരമെങ്കിലും വെടിക്കെട്ടിന് അനുമതി ലഭിക്കുന്നതിൽ അനിശ്ചിതത്വം നിലനിന്നിരുന്നു. കേന്ദ്ര നിയമമാണ് പൂരം വെടിക്കെട്ടിന് പ്രതികൂലമായി നിൽക്കുന്നത്. വെടിക്കെട്ട് പുരയിൽ നിന്നും വെടിക്കെട്ട് നടത്തുന്ന സ്ഥലവും തമ്മിൽ 200 മീറ്റർ ദൂരം വേണമെന്നതാണ് പ്രധാന നിബന്ധന. ഫയർ ലൈനിൽ നിന്നും 100 മീറ്റർ മാറി വേണം ആളുകൾ നിൽക്കാൻ.
250 മീറ്റർ പരിധിയിൽ സ്കൂളുകളോ പെട്രോൾ പമ്പോ പാടില്ലെന്നും നിബന്ധനകളുണ്ട്. അയ്യന്തോൾ പോസ്റ്റ് ഓഫീസിൽ മോഷണം. 3 ലക്ഷത്തോളം രൂപ ഓഫീസിലുണ്ടായിരുന്നു. എത്ര രൂപ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നത് പരിശോധനകൾക്ക് ശേഷമേ പറയാൻ സാധിക്കൂ എന്ന് പോസ്റ്റ് ഓഫീസ് അധികൃതർ അറിയിച്ചു. ഫോറൻസിക് സംഘമെത്തി പരിശോധന നടത്തുകയാണ്. അംബേദ്കർ ജയന്തിയും ഞായറാഴ്ചയും കാരണം കഴിഞ്ഞ 2 ദിവസമായി പോസ്റ്റ് ഓഫീസ് അവധിയായിരുന്നു. ചൊവ്വാഴ്ച പോസ്റ്റ് ഓഫീസ് തുറക്കാൻ ഉദ്യോഗസ്ഥർ എത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത്. പ്രധാന വാതിലിന്റെ മുകൾ ഭാഗം എടുത്തുമാറ്റിയാണ് മോഷ്ടാക്കൾ പോസ്റ്റ് ഓഫീസിന് ഉള്ളിലേക്ക് കടന്നിട്ടുള്ളത്. നഷ്ടപ്പെട്ട പണം സംബന്ധിച്ച് സ്ഥിരീകരണം ലഭിക്കേണ്ടതുണ്ട്. 3 ലക്ഷത്തോളം രൂപ ഓഫീസിലുണ്ടായിരുന്നു. പണം മുഴുവൻ നഷ്ടമായിട്ടുണ്ടോ, മറ്റു വസ്തുക്കൾ വല്ലതും നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്നത് പരിശോധനകൾക്ക് ശേഷമേ പറയാൻ സാധിക്കൂ എന്ന് പോസ്റ്റ് ഓഫീസ് അധികൃതർ അറിയിച്ചു. തൃശൂർ വെസ്റ്റ് പോലീസും ഫോറൻസിക് അധികൃതരും സ്ഥലത്തെത്തി പരിശോധനകൾ തുടരുകയാണ്. സ്വർണവിലയിൽ വീണ്ടും ഇടിവ്. പവന് 280 രൂപ കുറഞ്ഞു. സംസ്ഥാനത്ത് സ്വർണവില വീണ്ടും കുറഞ്ഞു. പവന് 280 രൂപയാണ് കുറഞ്ഞത്. 1 പവൻ സ്വർണത്തിന്റെ ഇന്നത്തെ വില 69,760 രൂപയാണ്. ഗ്രാമിന് 35 രൂപയാണ് കുറഞ്ഞത്. 1 ഗ്രാം സ്വർണത്തിന്റെ ഇന്നത്തെ വില 8,720 രൂപയാണ്. ചരിത്രത്തിൽ ആദ്യമായി 70,000 കടന്ന സ്വർണവില തുടർച്ചയായ 2ാം ദിവസമാണ് കുറയുന്നത്. ശനിയാഴ്ചയാണ് സ്വർണവില ആദ്യമായി 70,000 കടന്നത്. 70,160 രൂപയായി ഉയർന്നാണ് സ്വർണവില പുതിയ ഉയരം കുറിച്ചത്. ഇതോടെ സ്വർണവില സർവകാല റെക്കോർഡുകളിലും എത്തിയിരുന്നു. 4 ദിവസത്തിനിടെ 4,000-ലധികം രൂപ വർദ്ധിച്ചതോടെയാണ് സ്വർണവില 70,000 കടന്നത്. വ്യാഴാഴ്ച മാത്രം ഒറ്റയടിക്ക് 2,160 രൂപയാണ് കൂടിയത്. അമേരിക്കയിൽ ട്രംപ് തീരുവ വർദ്ധിപ്പിച്ചതിനെ തുടർന്ന് ഓഹരി വിപണിയിൽ രാജ്യാന്തര തലത്തിൽ തന്നെയുണ്ടായ അനിശ്ചിതത്വമാണ് സ്വർണവിലയെ സ്വാധീനിച്ചത്. സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ കൂടുതൽ പേർ സ്വർണത്തിലേക്ക് തിരിയുന്നുണ്ടെന്ന് വിപണി വിദഗ്ധർ വിലയിരുത്തുന്നു. ചാലക്കുടി പ്രസ് ക്ലബ് സ്മൃതി സംഗമവും പുരസ്കാര വിതരണവും സംഘടിപ്പിച്ചു. സാമൂഹിക മാധ്യമങ്ങൾ വളർന്നു വന്നതോടെ പത്രപ്രവർത്തന രംഗം പ്രതിസന്ധികളെ നേരിടുന്നുണ്ടെന്ന് കേരള ഗവൺമെന്റ് ചീഫ് വിപ്പ് പ്രൊഫസർ എൻ ജയരാജ് പറഞ്ഞു. ചാലക്കുടി പ്രസ് ക്ലബ് സ്മൃതി സംഗമം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രാദേശിക പത്രപ്രവർത്തകർക്ക് ക്ഷേമനിധി ഏർപ്പെടുത്താനുള്ള ബില്ല് നിയമസഭയിൽ കൊണ്ടുവരുമെന്ന് അദ്ദേഹം പറഞ്ഞു. പ്രസ് ക്ലബ് പ്രസിഡന്റ് പി കെ സിദ്ദിഖ് അധ്യക്ഷം വഹിച്ചു. ബെന്നി ബെഹനാൻ MP, സനീഷ് കുമാർ ജോസഫ് MLA എന്നിവർ മുഖ്യാതിഥികളായി. നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പൻ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വേണു കണ്ഠരുമഠത്തിൽ, പ്രതിപക്ഷ നേതാവ് CS സുരേഷ്, നഗരസഭാ അംഗം VJ ജോജി, പ്രസ് ക്ലബ് സെക്രട്ടറി KV ജയൻ, CK പോൾ, ജോയിന്റ് സെക്രട്ടറി II അബ്ദുൾ മജീദ്, ഫാദർ വർഗീസ് പാത്താടൻ എന്നിവർ സംസാരിച്ചു. മികച്ച സാമൂഹിക പ്രവർത്തകനുള്ള KK ചന്ദ്രസേനൻ പുരസ്കാരം പരിസ്ഥിതി പ്രവർത്തകൻ SP രവിക്കും, AP തോമസ് ദൃശ്യപ്രതിഭാ പുരസ്കാരം സുനി നീലത്തിനും, ജില്ലയിലെ മികച്ച പ്രാദേശിക പത്രപ്രവർത്തകനുള്ള PN കൃഷ്ണൻ നായർ പുരസ്കാരം EP രാജീവിനും സമ്മാനിച്ചു. അഖില കേരള ഫോട്ടോഗ്രാഫി മത്സരത്തിൽ പ്രോത്സാഹന സമ്മാനം വിനോദ് അത്തോളി, സുരേഷ് കിഴുത്താനി, അനൂപ് കൃഷ്ണ എന്നിവർക്ക് വിതരണം ചെയ്തു. ആശയങ്ങളും ആ മാധ്യമ പ്രവർത്തനത്തെ നമ്മൾ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുന്നു. ചോദിക്കുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ വാർഡ് 14-ലെ മുത്തുമല മുപ്ലിയം റോഡിന്റെ നിർമ്മാണോദ്ഘാടനം KK രാമചന്ദ്രൻ MLA നിർവഹിച്ചു. മുഖ്യമന്ത്രിയുടെ തദ്ദേശ റോഡ് പുനരുദ്ധാരണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 25 ലക്ഷം രൂപ ചെലവിൽ നവീകരിക്കുന്ന മുത്തുമല മുപ്ലിയം റോഡിന്റെ നിർമ്മാണോദ്ഘാടനമാണ് നടന്നത്. വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കലാപ്രിയ സുരേഷ് അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗം അജിത സുധാകരൻ സ്വാഗതം ആശംസിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഹേമലത നന്ദകുമാർ, ഇഞ്ചക്കുണ്ട് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ബൈജു വൈപ്പിനാടൻ എന്നിവർ സംസാരിച്ചു. ഇന്നത്തെ സ്വർണവില നോക്കാം. സ്വർണവില 35 രൂപ കുറഞ്ഞു. ഗ്രാമിന് 8,720 രൂപ, പവന് 69,760 രൂപ. ഇന്നത്തെ കാലാവസ്ഥ.
കൂടിയ താപനില 34 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അതിരപ്പിള്ളിയിൽ ആദിവാസി യുവാവിന്റെ മരണം ആനയുടെ ചവിട്ടേറ്റെന്ന് ഇൻക്വസ്റ്റ് റിപ്പോർട്ട്. തൃശൂർ പൂരം വെടിക്കെട്ട് നടത്താം, നിയമോപദേശം ലഭിച്ചതായി മന്ത്രി. അയ്യന്തോൾ പോസ്റ്റ് ഓഫീസിൽ മോഷണം, 3 ലക്ഷത്തോളം രൂപ ഓഫീസിലുണ്ടായിരുന്നു. സ്വർണവിലയിൽ വീണ്ടും ഇടിവ്, പവന് 280 രൂപ കുറഞ്ഞു. ചാലക്കുടി പ്രസ് ക്ലബ് സ്മൃതി സംഗമവും പുരസ്കാര വിതരണവും സംഘടിപ്പിച്ചു. വനത്തിരപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ വാർഡ് 14-ലെ മുത്തുമല മുപ്ലിയം റോഡിന്റെ നിർമ്മാണോദ്ഘാടനം കെ രാമചന്ദ്രൻ MLA നിർവഹിച്ചു. ഇതോടെ ഇന്നത്തെ വാർത്തകൾ പൂർണ്ണമാകുന്നു. തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും N4 ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ 9895070239. നന്ദി, നമസ്കാരം.